എറണാകുളം മലയിടം തുരുത്ത് പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ നീക്കത്തിൽ ദളിത് കുടുംബങ്ങൾ ആശങ്കയിലാണ്. കോടതിയുടെ അന്ത്യശാസനം നിലനിൽക്കെയുള്ള സർക്കാർ ഇടപെടൽ നിർണായകമാണ്. പിന്നോക്ക വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കുടിയൊഴിപ്പിക്കൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച CPIM ജനകീയ പ്രതിരോധം ശക്തമാക്കുമെന്ന് വ്യക്തമാക്കി. മലയിടം തുരുത്തിലെ 2.65 ഏക്കർ ഭൂമിയിൽ അധിവസിക്കുന്നത് 8 ദളിത് കുടുംബങ്ങളാണ്. ഒഴിപ്പിക്കൽ ഉടൻ പൂർത്തിയാക്കണമെന്ന പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അഭിഭാഷക കമ്മീഷനും പോലീസും നാളെ വീണ്ടും നടപടികളിലേക്ക് കടക്കും. ഇതിനിടെ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടു. ഇന്ന് വൈകുന്നേരം എറണാകുളം കളക്ടറേറ്റിൽ വെച്ച് മറ്റൊരു മീറ്റിംഗും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീ റോജി എം ജോൺ, അതുപോലെ തന്നെ MLA VP സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും. അവരുമായിട്ട് നേരിട്ട് സംസാരിക്കും. പ്രദേശവാസികളെ ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. എറണാകുളം കളക്ടറേറ്റിൽ ഇന്ന് രാത്രി 8 മണിക്ക് യോഗം ചേരും. ജില്ലാ കളക്ടർ, MLA എന്നിവരും പങ്കെടുക്കും. വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ റോജി എം ജോണിനെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും പ്രശ്നപരിഹാരമുണ്ടാക്കാതെയുള്ള CPIM വിലാപം ചതിയാണെന്നും സ്ഥലം MLA VP സജീന്ദ്രൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്തിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാമായിരുന്നു. കോടതി വിധി എങ്ങനെയാണോ ആ കോടതി വിധി നോക്കിയിട്ട് ഇവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ചെയ്യാതെ ഇപ്പോൾ ഇവർക്ക് വേണ്ടി വിലപിക്കുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങിയെന്നതാണ് ഇടത് സർക്കാർ നടത്തിയ ഇടപെടലെന്ന് മുൻമന്ത്രി P രാജീവ്. ഇത്രയും കാലം ഒരു പ്രശ്നവും ഇല്ലാതെ അവരവരുടെ വീടുകളിൽ തന്നെ താമസിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാന ഭാഗം. കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷന് താൽപര്യമുണ്ടെന്ന് മുൻ MLA PV ശ്രീനിജൻ ആരോപിച്ചു. കോടതി ഉത്തരവുകളെല്ലാം എതിരായതിനാൽ സർക്കാർ ഇടപെടലിലാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. ഞങ്ങളെ റിപ്പോർട്ടർ, കൊച്ചി.